ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അതിനായി ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ: ഒന്ന് പഴയ കുടക്കമ്പി, അത് കുടേൻ്റെ വില നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കുത്തിപ്പോകേണ്ട ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കമ്പിത്തിരീൻ്റെ കമ്പി ഉണ്ടല്ലോ, നമ്മൾ വിഷുവിനെല്ലാം പടക്കം പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള കമ്പിത്തിരീൻ്റെ കമ്പി ഉണ്ടാവും, അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വുഡ് കൂടി ആക്കി വെച്ചിട്ടുണ്ട്. വുഡ് നമ്മൾ ഓട്ടയിട്ട് വെക്കണം, അതായത് ഈ രീതിയിൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു സൈഡിൽ ഓട്ടയാക്കുക, അതുപോലെ തന്നെ അപ്പർ സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഉള്ള ഓട്ടയിടണം. ആദ്യം നമ്മൾ ഫ്രെയിം നിർമ്മിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഓരോ ശാഖയിലും നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സാധനം കുറച്ചുകൂടെ നല്ല, കാരണം അതിന് മരത്തിന് രണ്ട് കളറായിട്ട് വരുന്നുണ്ട്, ഒരു ഷെയ്ഡ്, ലൈറ്റ് കളറും ഡാർക്ക് കളറും. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഇതിന് ആപ്റ്റായിരിക്കും. നമ്മൾ കുടക്കമ്പിയും കമ്പിത്തിരിയുടെ കമ്പിയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്കുമ്പോൾ ഏകദേശം ഇതിന്റെ ഡിസ്റ്റൻസ് ഇതും കണക്കായിരിക്കുന്നത്. അതായത് നമ്മൾ ഇതൊരു ട്രയാങ്കിൾ ടൈപ്പ് അല്ലേ ഉണ്ടാവുക ക്രിസ്മസ് ട്രീ, ഒരു ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കും അല്ലേ. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പിക്ക് നീളം കൂടുതലും, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതിന് അത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ വരിക. അപ്പോൾ നമ്മൾ ഓട്ടയാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഒരു സൈഡിലേക്ക്, മറ്റേത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഡ്രില്ല് വെച്ചിട്ട് ഓട്ടയാക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ രീതിയിലായിരിക്കണം ഓട്ട വരേണ്ടത്. ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അങ്ങനെ നമുക്ക് അത്രയും ശാഖകൾ കിട്ടും. എത്രത്തോളം ശാഖകൾ ഉണ്ടാക്കുന്ന അത്രത്തോളം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഈ ഒരു രീതിയിൽ ഞാൻ ഈ സ്റ്റാൻഡ്, നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഡബ്ബ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഗ്ലിറ്ററിൽ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. തൽക്കാലത്തൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ മേലുള്ള പ്രിന്റിങ്ങുകളൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ ഫ്രെയിം നമുക്ക് അറേഞ്ച് ചെയ്യാം. എല്ലാ ജോയിൻറ്റിനടിക്ക് ഓരോ കമ്പി കിട്ടുക, അല്ലെങ്കിൽ ചരട് കിട്ടിയാലും മതി. അങ്ങനെയാണെങ്കിൽ ഇത് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അധികം ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഓരോ എൻഡ് പോയിന്റിലും വേണ്ടിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് നമുക്ക് എന്നാണ് ഹാങ് ചെയ്യാനുള്ള ആ സാധനം നമുക്ക് ഇതിൻ്റെ മേലെ ആക്കാം. നോക്കിയിട്ട് ഈ സംഭവം ഇവിടെ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബോളും സ്റ്റാർ അങ്ങനത്തെ സാധനങ്ങൾ, ബെല്ല് അങ്ങനത്തെ സാധനങ്ങൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം ചെറിയ രീതിയിൽ, പ്ലെയർ യൂസ് ചെയ്തിട്ട്. അത് കുടക്കമ്പി മടക്കാൻ കുറച്ച് ടഫായിരിക്കും, ബാക്കിയുള്ള കമ്പിത്തിരീൻ്റെ കമ്പി കുറച്ചും കൂടി മടക്കാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, ചെറിയൊരു രീതിയിൽ മടക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ശാഖയും തയ്യാറാക്കാം. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ നിന്ന് ഇളകിപ്പോകേണ്ട ചാൻസ് ഉണ്ട് ഓരോരോ ഇലകളായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് ടൈറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇത് ഇളകി വരും. ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഓരോന്ന് കട്ട് ചെയ്യുന്നതിനെ ടൈറ്റാക്കിയിട്ട് സൈഡ് ഓരോ എഡ്ജിൽ ടൈറ്റാക്കിയിട്ട് വരണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിന് കണക്കായി നമ്മൾ പൂഴിയോ ഇതോ ടൈറ്റായിട്ട് വരുന്നത്, അത്യാവശ്യം വെയിറ്റിന് കുറച്ച് പൂഴി അങ്ങോട്ട് ഇതിലിട്ടാൽ മതി ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയിൽ. അപ്പോൾ അതിന് കണക്കായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളൂ, പിന്നെ ഷേക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് ബാക്കിയുള്ള നമ്മളെ ഗിഫ്റ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, ബോള് അല്ലെങ്കിൽ സ്റ്റാർ, ബെല്ല്,
അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ തൂക്കാം. പിന്നെ ലൈറ്റ് ഇവിടെ തന്നെ അറേഞ്ച്, ചെറിയ ലൈറ്റ് ഉണ്ട്, അത് ഇവിടെ തന്നെ കണക്ട് ചെയ്ത് വെക്കാം. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയെന്നാൽ ഇവിടെ ഇതിന്റെ ഹൈറ്റ് കുറച്ച് ഞാൻ കൂടുതലാണ് ഉണ്ടാക്കിയത്. അതായത് എനിക്ക് ആവശ്യത്തിന് ഇത് കിട്ടിയിട്ടില്ല, അതായത് ഈ മാല ആവശ്യത്തിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ കുഴപ്പമുള്ളൂ. അപ്പോൾ ഇത്രയും വരെയാണ്. അതായത് ഫൈനൽ ഈ ഒരു പോർഷനിൽ വരുന്നത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതന്നെ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ബാക്കി നമുക്ക് ഗിഫ്റ്റെല്ലാം, ഈ കമ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗിഫ്റ്റും മറ്റേ ഈ സംഭവം, ഈ ഫോർ എക്സാമ്പിൾ ഈ ബെല്ലെല്ലാം കെട്ടി തൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു പോർഷൻ. ഈ കമ്പീൻ്റെ ഓരോ ഞാൻ പറഞ്ഞ വളച്ച് വെക്കാൻ പറഞ്ഞ പോർഷനിലെല്ലാം നമുക്ക് തുറന്ന് കെട്ടി തൂക്കാം. എക്സ്ട്രാ വരുന്ന ചെറിയ പോർഷൻ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ ആക്കി പോയിന്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യണം. നമ്മളെ ക്രിസ്മസ് ട്രീ റെഡിയാണ്. എല്ലാവരും എന്തായാലും ആക്കാൻ ശ്രമിക്കുക.